സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെതിരെ കേസെടുത്ത് വിജിലൻസ്. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിയമനത്തിനായി കോഴ വാങ്ങിയതിൽ MLAയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിനെ നിയമപരമായി നേരിടുമെന്ന് IC ബാലകൃഷ്ണൻ വ്യക്തമാക്കി. NM വിജയന്റെ ആത്മഹത്യയ്ക്ക് ഇടയാക്കിയ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള നിയമനക്കോഴയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നേരത്തെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു. വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയെ തുടർന്നാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. NM വിജയന്റെയും മകന്റെയും മരണത്തിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, വയനാട് മുൻ DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് പ്രതി ചേർത്തിരുന്നു. അതേസമയം CPM തന്നെ ഭയക്കുന്നുവെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും IC ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ഇതൊക്കെ നിൽക്കുമ്പോൾ IC ബാലകൃഷ്ണൻ MLA തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തുടങ്ങിയ അഭ്യാസം എന്തിനാണ് CPM എന്നെ പേടിക്കുന്നു? എന്നെ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ സമയത്തും കോലം കത്തിക്കൽ, പ്രതിഷേധ പ്രകടനം നടത്തൽ, ഓഫീസ് മാർച്ച്, വേണ്ടാത്ത ആരോപണങ്ങൾ ഉന്നയിക്കൽ, ഇതൊരു നല്ല നിലപാടായിട്ടല്ല ഞാൻ കാണുന്നത്. ഞാൻ അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്നു. എൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. ഏതൊരു അന്വേഷണത്തിനും എവിടെയും ഇരുന്ന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ 4 നേതാക്കളുടെ പേരാണ് പറഞ്ഞിരുന്നത്. ഇതിൽ ഒരാൾ മരണപ്പെട്ടു. ബാക്കി 3 പേരെയാണ് പോലീസ് പ്രതി ചേർത്തത്. NM വിജയനും മുൻ DCC പ്രസിഡന്റ് ND അപ്പച്ചനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ പരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. അമൃത ന്യൂസ്, വയനാട്.